5949 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 32 പേരാണ് മരണമടഞ്ഞത്. 5173 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 646 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 47 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 59,690 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 5,268 പേർ രോഗമുക്തരായി. കേരളത്തിൽ ഇപ്പോൾ ഒരേ സമയം ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 60,000-ൽ താഴെയായിരിക്കുന്നു. ഒക്ടോബർ അവസാന വാരം 1,00,000-നടുത്ത് ആക്റ്റീവ് കേസുകൾ ഉണ്ടായിരുന്നു. ഏകദേശം 40% രോഗികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ചെറിയ തോതിൽ ക്രമാനുഗതമായി രോഗികളുടെ എണ്ണം കുറയുകയാണ്. ആശ്വാസകരമായ കാര്യമാണിത്. തെരഞ്ഞെടുപ്പ് കാരണം കേസുകളിൽ വർധനവുണ്ടായോ എന്നറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരും. മരണനിരക്കിൽ അല്പം വർധന ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 30ഓളം മരണങ്ങൾ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. രോഗവ്യാപനം മൂർധന്യാവസ്ഥ പിന്നിട്ട് 2-3 ആഴ്ചകൾക്ക് ശേഷമാണ് സാധാരണഗതിയിൽ മരണനിരക്ക് വർദ്ധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പ്രതീക്ഷിച്ചതായിരുന്നു. എന്നിരുന്നാലും രാജ്യത്തെ മറ്റു പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ മരണസംഖ്യ വളരെ കുറവാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ 10-ൽ താഴേക്ക് വരികയും 8-9% നിൽക്കുകയും ചെയ്യുന്നതായാണ് കാണാൻ കഴിഞ്ഞത്. അതും ആശ്വാസകരമായ കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രോഗവ്യാപനത്തിന് ഇടയാക്കിയില്ലെങ്കിൽ ഈ ട്രെൻഡ് തുടരും എന്ന് തന്നെ നമുക്ക് കരുതാം. നമ്മൾ പുലർത്തുന്ന ജാഗ്രതയുടെ ഫലമായാണ് ഈ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായത് എന്നോർക്കണം. അക്കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ സ്ഥിതിഗതികൾ വീണ്ടും മോശമായേക്കാം. അതിനെ ഇടവരുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പലതവണ പറഞ്ഞതാണെങ്കിലും പ്രാധാന്യം കണക്കിലെടുത്ത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോവുമായി ബന്ധപ്പെട്ട് കാണിക്കേണ്ട ജാഗ്രത വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ രോഗബാധയ്ക്ക് ശേഷം 3 ആഴ്ചയോളം ശാരീരിക അവശതകൾ തുടരാൻ സാധ്യതയുണ്ട്. അതിനുശേഷവും ബുദ്ധിമുട്ടുകൾ തുടരുകയാണെങ്കിൽ പോസ്റ്റ് കോവിഡ് അക്യൂട്ട് സിൻഡ്രോം എന്ന അവസ്ഥ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. ചില കേസുകളിൽ 3 മാസത്തിന് ശേഷവും ശാരീരിക ബുദ്ധിമുട്ടുകൾ തുടരാം. ക്രോണിക് കോവിഡ് എന്നാണ് അത്തരമൊരവസ്ഥക്ക് പറയുന്നത്. ഇവ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. അതിനാൽ കോവിഡാനന്തര അവശതകൾ അനുഭവിക്കുന്നവർ
ആവശ്യമായ വിശ്രമമെടുക്കാനും സർക്കാർ ഏർപ്പെടുത്തിയ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളിൽ നിന്ന് ചികിത്സ സ്വീകരിക്കാനും തയ്യാറാകണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 2 ഘട്ടങ്ങൾ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. 3-ാം ഘട്ടം തിങ്കളാഴ്ച നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയുക്തരാകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് രോഗലക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ ആവശ്യമായ ചികിത്സ തേടാനും കോവിഡ് ടെസ്റ്റ് നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. രോഗബാധയുള്ള സ്ഥലത്ത് ജോലി ചെയ്ത ശേഷം മടങ്ങിയെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബാരക്കിൽ തന്നെ സ്വയം നിരീക്ഷണത്തിൽ കഴിയാൻ സംവിധാനം ഏർപ്പെടുത്തി. 30 പ്ലാറ്റൂൺ പോലീസിനെ 3-ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി വിന്യസിച്ചിട്ടുണ്ട്. 3-ാം ഘട്ടത്തിൽ 2911 ബൂത്തുകളാണ് പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്ഥലങ്ങളിൽ പ്രത്യേക പെട്രോളിങ്ങും നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാനമായ സുരക്ഷാ സന്നാഹങ്ങളാണ് വോട്ടെണ്ണൽ ദിവസമായ ബുധനാഴ്ചയും ഒരുക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത്. സംഘടിതമായ അപവാദ പ്രചാരണങ്ങളെയും വളഞ്ഞിട്ടുള്ള ആക്രമണത്തെയും മറികടന്ന് സർക്കാരിന് ജനക്ഷേമ നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിയുന്നത് ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ടാണ്. ആ പിന്തുണയും ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസവും കാത്തു സൂക്ഷിക്കാൻ എന്ത് ത്യാഗം അനുഭവിച്ചും മുന്നോട്ടു പോകും എന്ന ഉറപ്പാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നൽകാനുള്ളത്. നേട്ടങ്ങൾ ഈ ഘട്ടത്തിൽ എണ്ണി പറയേണ്ടതില്ല. അത് ഈ നാട്ടിലെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളാണ്. അത് ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഈ നാടിൻ്റെ കരുത്ത് ജനങ്ങളുടെ ഐക്യമാണ്. ഏറ്റവും ഒടുവിൽ കോവിഡ് പ്രതിരോധവും നാം വിജയകരമായി സാധ്യമാക്കുന്നത് ജനങ്ങളും സർക്കാരും എന്ന വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിന്നുകൊണ്ടാണ്. മതനിരപേക്ഷത സംരക്ഷിക്കാനും നാടിൻ്റെ നേട്ടങ്ങൾ കാത്തുസൂക്ഷിക്കാനും നവകേരളം കെട്ടിപ്പടുക്കാനും ആ ഐക്യം കൂടുതൽ ശക്തിപ്പെടണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്, അതിനെ നയിക്കുന്ന രാഷ്ട്രീയത്തിനാണ് ഈ യോജിപ്പിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കാനാവുക. കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ ലോക്ക്ഡൗൺ കാലത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന നിശ്ചയം സർക്കാരിനുണ്ടായിരുന്നു. ഇത് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും അടിസ്ഥാന അവകാശം നിറവേറ്റുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന ബോധത്തിൽ നിന്ന് ഉയർന്ന നിശ്ചയദാർഢ്യമാണ്. വികസനവും ക്ഷേമാനുകൂല്യങ്ങളും പൗരന്മാർക്ക് ഭരണ സംവിധാനം ഔദാര്യമായി നൽകുന്നതല്ല, അത് അവരുടെ അവകാശമാണ് എന്ന അവബോധം സ്വാതന്ത്ര്യപൂർവ കാലഘട്ടം മുതൽ കേരള സമൂഹത്തിൽ ഉയർത്തിയത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ജനതയുടെ അവകാശങ്ങൾ നിറവേറ്റുന്നത്
സർക്കാരിൻ്റെ കടമയാണ്. ഈ കടമ ജനാധിപത്യ വികേന്ദ്രീകൃത സംവിധാനത്തിലൂടെ തൃപ്തികരമായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നത് നമുക്കേവർക്കും സന്തോഷം നൽകുന്നതാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ നിറവേറ്റുന്ന സേവന സന്നദ്ധതയും നിശ്ചയദാർഢ്യവുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനാണ് ഞങ്ങൾ പിന്തുണ അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ 4.5 വർഷക്കാലയളവിൽ സംസ്ഥാന തലത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. പൂർത്തിയാകില്ല എന്ന് കരുതി ഉപേക്ഷിച്ച ഗെയിൽ പദ്ധതി പൂർത്തിയായി. വൈദ്യുതി മേഖലയിൽ കൊച്ചി ഇടമൺ പദ്ധതിയും പൂർത്തീകരിച്ചു കഴിഞ്ഞു. പുകലൂർ മാടക്കത്തറ പദ്ധതി ഉടൻ പൂർത്തിയാകും. കൊച്ചി കോയമ്പത്തൂർ വ്യാവസായിക ഇടനാഴി യാഥാർത്ഥ്യമാവുകയാണ്. കൊച്ചി മെട്രോയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പുനരുദ്ധരിക്കാൻ പ്രളയത്തിൽ തകർക്കപ്പെട്ട ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. സ്കൂളുകളുടെയും ആശുപത്രികളുടെയും നവീകരണവും ഗുണമേന്മ ഉയർത്തലും നാടിന് പുതിയ മുഖമാണ് നൽകിയത്. 2020 ഫെബ്രുവരിയിൽ 2 ലക്ഷം വീടുകളാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചത്. സെപ്റ്റംബറിൽ 100 ദിന പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ 2020 ഡിസംബറിനുള്ളിൽ 50,000 വീടുകൾ കൂടി പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതും പൂർത്തീകരിച്ചു. ഇനിയും ഉൾപ്പെടാതെ പോയവരുടെ കാര്യം പ്രത്യേകം പരിശോധിക്കുകയും അവരുടെ അപേക്ഷകൾ ലൈഫ് മിഷൻ ഇതിനകം സ്വീകരിച്ചിട്ടുമുണ്ട്. നമ്മുടെ സമ്പദ്ഘടനയിലെ ഉൽപാദന മേഖലകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് കാർഷിക വ്യവസായ മേഖലകളിൽ പ്രത്യേക ഉദ്യമങ്ങൾ നടത്തുന്നത്. നെല്ല് സംഭരണം, സുഭിക്ഷ കേരളം, നെൽകൃഷിക്ക് റോയൽറ്റി, പച്ചക്കറിക്ക് തറവില, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങൽ സുഗമമാക്കൽ, അതിനുള്ള നിയമം നമ്മുടെ വ്യവസായ മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ്. പശ്ചാത്തല സൗകര്യ വികസനം ഇതിൻ്റെ വലിയൊരു ഘടകമാണ്. നിലവിൽ കാർഷിക കൃഷി അനുബന്ധ ഉൽപാദന മേഖലകൾ ആഭ്യന്തര വരുമാനത്തിൻ്റെ 36.3%. ബാക്കി 63.7% സേവന മേഖലയിൽ നിന്നാണ്. എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള പശ്ചാത്തല സൗകര്യം കെ-ഫോൺ പദ്ധതിയിലൂടെ നടപ്പാവുകയാണ്. എല്ലാ കാര്യങ്ങളും അക്കമിട്ടിവിടെ നിരത്തുന്നില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാനുള്ള വിവാദങ്ങൾ ദിനം പ്രതി സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ചിലർ അതീവ തൽപരരാണ്. അവർക്ക് അതിനവകാശമുണ്ടെന്ന് വാദത്തിനു വേണ്ടി അംഗീകരിച്ചാൽ തന്നെ സത്യമറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് ഇതിനു മുകളിൽ സ്ഥാനമുണ്ടെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കടമ നിർവഹിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ എത്രത്തോളം തയ്യാറായിട്ടുണ്ടെന്ന് അവർ തന്നെ സ്വയംവിമർശനപരമായി
പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ 5 മാസമായി സംസ്ഥാനത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഉയരുന്ന ആരോപണങ്ങളും വിവാദങ്ങളും എന്താണ്? ഇവിടെ തന്നെ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ചില വ്യക്തികൾ, അവരുമായി ബന്ധമുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നിവർ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ ഏതെങ്കിലും തരത്തിൽ സർക്കാർ മുതിർന്നിട്ടുണ്ടോ? ആരോപണങ്ങൾ മാത്രം ഉയർത്തുന്നവർ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ചില വ്യക്തികളെ സ്വഭാവഹത്യ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ പ്രസക്തമായ കാര്യങ്ങളെ കണ്ടില്ലെന്നടിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുകയില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഏകോപിതവും കാര്യക്ഷമവുമായ അന്വേഷണം വേണമെന്നാണ് ജൂലൈ 8-ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലൂടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ അന്വേഷണ ഏജൻസികളെപ്പറ്റി ഒരു മുൻവിധിയും സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നില്ല. അവർക്കാവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ സന്നദ്ധമാണെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. പക്ഷേ മുന്നോട്ട് നീങ്ങിയ അന്വേഷണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ വലിയൊരു വിശകലനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിച്ചാലും തരക്കേടില്ല, സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെ എങ്ങനെ കരിനിഴലിൽ നിർത്താം? ഇതാണ് ഇപ്പോഴത്തെ അന്വേഷണ രീതി. രഹസ്യമൊഴിയായി മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ ചില രാഷ്ട്രീയ നേതാക്കൾ പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആരുടെയൊക്കെ മൊഴിയെടുക്കുമെന്നും ഈ നേതാക്കൾ തന്നെയാണ് മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കുന്നത്. 4.5 വർഷമായി അഴിമതിയുടെ ഒരു കറുത്ത പാടുപോലും സംസ്ഥാന സർക്കാരിന് മേൽ ആരോപിക്കാൻ കഴിയാതിരുന്നവർ വ്യാജ ആരോപണങ്ങളുടെ ആരവുമായി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രംഗത്ത് വരികയാണ്. ഈ ആരവങ്ങളുടെ ഘോഷയാത്രക്ക് മുൻപേ നടക്കുന്ന ആളുകളായി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ മാറാമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രസക്തമായ ചോദ്യം. ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തക്ക് ചേരാത്ത നിലപാടാണ് സമീപ നാളുകളിൽ രാജ്യത്ത് തന്നെ ഉണ്ടാകുന്നത്. രാഷ്ട്രീയ എതിരാളികളെ തുറുങ്കിലടക്കുക, അവർക്കെതിരെ തെറ്റായ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കുക, അതിൻ്റെ ഭാഗമായി പീഡിപ്പിക്കുക, ഇവയെല്ലാം സാമ്രാജ്യ ഭരണകാലത്ത് തന്നെ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ തന്ത്രങ്ങളാണ്. ഇതിന് ഏറ്റവും അധികം ഇരയായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ആണ് എന്നതും വസ്തുതയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന സഖാവ് AKG ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന ദിവസം തടവറക്കുള്ളിലായിരുന്നു എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. സഖാവ് EMS 3 വർഷമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി
ഇന്ത്യയിൽ രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന കേസുകളാണ് ബ്രിട്ടീഷ് ഭരണകൂടം കെട്ടിച്ചമച്ചത്. പിന്നീട് കോൺഗ്രസ് ഭരണത്തിലെത്തിയപ്പോഴും അതേ രീതി തുടരുകയാണുണ്ടായത്. ഇന്ത്യയിലെ മാത്രം അടിയന്തരാവസ്ഥക്കാലത്ത് നമ്മുടെ അനുഭവം പൗരന്റെ മൗലികാവകാശങ്ങളോടൊപ്പം കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളുടെ ശബ്ദവും ജയിലിൽ അടക്കപ്പെട്ടു എന്നതായിരുന്നു. ഇത്തരത്തിലുള്ള അടിച്ചമർത്തൽ രീതികളും കിരാത നിയമങ്ങൾ ഉപയോഗിക്കലും ഇത് തുടക്കം കുറിച്ചത് സാമ്രാജ്യത്വമാണ് എന്നത് നാം പ്രത്യേകം ഓർക്കണം. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രം അനുഭവമല്ല. വിമോചന പോരാട്ടങ്ങളെ അടിച്ചമർത്താൻ മഹാന്മാരായ നേതാക്കളെ കൊലപ്പെടുത്തുകയും മർദ്ദനമുറകൾക്കിരയാക്കുകയും തുറുങ്കിലടക്കുകയും ചെയ്യുന്ന അനുഭവം ലോകരാജ്യങ്ങളിൽ തന്നെ പലതിലും ഉണ്ടായിട്ടുണ്ട്. ഭരിക്കുന്നവരുടെ താൽപ്പര്യങ്ങൾക്ക് വിഘാതമാകുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത് തന്നെ അവർക്ക് അലോസരമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് അടിച്ചമർത്താനാണ് ഇത്തരം കിരാത നിയമങ്ങൾ ലോകമാകെ സാമ്രാജ്യത്വം ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ചരിത്രം എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല. 2-3 ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കെനിയയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു ജോമോ കെനിയാട്ട. അദ്ദേഹം കെനിയയുടെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാവായിരുന്നു. അഹിംസയിലായിരുന്നു വിശ്വസിച്ച് അദ്ദേഹം പ്രവർത്തിച്ചത്. പക്ഷേ ബ്രിട്ടീഷ് ഭരണം 1952 വ്യാജ ആരോപണങ്ങൾ ചമച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചു. 1961 വരെ അദ്ദേഹം ജയിലിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെയോ കെനിയയുടെ സ്വാതന്ത്ര്യത്തെയോ അവിടുത്തെ ജനങ്ങളുടെ അഭിവാഞ്ഛയെയോ തടഞ്ഞു നിർത്താൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കഴിഞ്ഞില്ല. കെനിയയുടെ ആദ്യ പ്രസിഡന്റായി ഇതേ ജോമോ കെനിയാട്ട വന്നു. നാം എല്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരുണ്ട്, നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചയാൾ. എന്നാൽ അദ്ദേഹം വെള്ളക്കാരുടെ വംശീയ ഗവൺമെന്റിനെതിരെ സമരം സംഘടിപ്പിച്ചതിന് 27 വർഷമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. അവിടെ ബ്രിട്ടീഷുകാർക്ക് ഈ പറയുന്ന നെൽസൺ മണ്ടേലയോ അവരുടെ അനുയായികളെയോ ജനങ്ങളെയോ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞോ? ജയിൽ മോചിതനായ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി മാറുന്നതാണ് നാം കണ്ടത്. നമ്മുടെ തൊട്ടടുത്ത രാജ്യം ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയായിരുന്നു DC സേനാനായക. അദ്ദേഹം ശ്രീലങ്കയിലെ സ്വാതന്ത്ര്യ സമര നേതാവായിരുന്നു. ബ്രിട്ടീഷ് ഭരണം തന്നെയാണ് അദ്ദേഹത്തെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രിയായി മാറി. ഇവിടെ അയർലൻഡിൻ്റെ പ്രസിഡന്റായിരുന്ന എമോൺ ഡി വലേറ ഐറിഷ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷുകാർ
ചാർത്തിയ കുറ്റം ശത്രുരാജ്യമായിരുന്ന ജർമ്മനിയുമായി ഗൂഢാലോചന നടത്തിയതെന്തായിരുന്നു. അങ്ങനെ ജയിലിലടച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം അയർലൻഡിൻ്റെ പ്രസിഡന്റായി. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം എടുത്താൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കാണിച്ചു കൂട്ടിയത് സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധിയെ എത്ര തവണയാണ് അറസ്റ്റ് ചെയ്ത്? 1920, 22, 30, 31, 33, 42, 44, ഏകദേശം 5 വർഷക്കാലം ജയിലിനകത്ത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 9 തവണ ജയിൽവാസം, 9 വർഷം ജയിലിനകത്ത്. നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഉണ്ടായ അനുഭവമാണ്. ഇവിടെ സാമ്രാജ്യത്വം സ്വീകരിച്ചു വന്ന അടിച്ചമർത്തൽ നടപടികൾ, കിരാത നിയമങ്ങൾ ഉപയോഗിച്ച് അവർക്കെതിരെയുള്ള അഭിപ്രായങ്ങൾ തടയുന്ന രീതികൾ, ഇത് എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല. രാഷ്ട്രീയ എതിരാളികളെ ഭരണത്തിൻ്റെ ഭാഗമായ അന്വേഷണങ്ങളിലൂടെ പീഡിപ്പിക്കുക എന്താണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്ന സമീപനം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കേണ്ടവയാണ്. ഒരു ഏജൻസിക്കും തോന്നിയ പോലെ പ്രവർത്തിക്കാനാവില്ല. വ്യവസ്ഥാപിതമായ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കാനാവൂ. അവയ്ക്ക് ഓരോന്നിനും അവയുടേതായ ചട്ടക്കൂടുണ്ട്. അവയുടെ ലക്ഷ്യങ്ങൾ നിർവചിക്കപ്പെട്ടതാണ്. നിയമാനുസൃതമായി തീരുമാനിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് ആ ഏജൻസികൾ നിറവേറ്റേണ്ടത്. അതിന് വിരുദ്ധമായി കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം അതാണ് കാണിക്കുന്നത്. എവിടെ പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിലുണ്ടോ അത്തരം സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ ഭാഗമായ വഴിവിട്ട നടപടികൾ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ചു വരുന്നതാണ് നാം കണ്ടത്. ഇത്തരം അട്ടിമറി നീക്കങ്ങൾ പലതരത്തിലാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരുകളെ അട്ടിമറിക്കാനും ജനപ്രതിനിധികളെ കോഴ കൊടുത്ത് കൂറുമാറ്റാനും വൻതോതിൽ പണമൊഴുക്കുന്നതായി സമീപനാളുകളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാർത്തകൾ വന്നു. 20 കോടി മുതൽ 50 കോടി വരെ റേറ്റ് നിശ്ചയിക്കുന്നു എന്ന് ചില മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ വന്നു. എന്നാൽ നാം കാണേണ്ടത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരമൊരു കുറ്റകൃത്യത്തിനെതിരെ ഒരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടായില്ല. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടും അതൊന്നും കണ്ടതായി ഭാവിക്കാൻ പോലും, അത്തരം കാര്യങ്ങൾ കേട്ടതായി ഭാവിക്കാൻ പോലും ഈ അന്വേഷണ ഏജൻസികൾ തയ്യാറായില്ല. ചില അനുഭവങ്ങൾ, ഇപ്പൊ ത്രിപുര സംസ്ഥാനം, BJPക്ക് മരുന്നിന് പോലും സ്വാധീനമില്ലാതിരുന്ന സംസ്ഥാനമായിരുന്നു അത്. അവിടെ ഇപ്പോ BJP ഗവൺമെന്റാണ്. എങ്ങനെയാ? നമുക്കെല്ലാം അറിയാലോ. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ മൊത്തമായി BJP വിലക്ക് വാങ്ങി. അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് ഉപയോഗിച്ചത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കോൺഗ്രസ് നേതൃത്വം നൽകിയ സർക്കാരുകളായിരുന്നു
കർണാടകത്തിലും മധ്യപ്രദേശിലും ഒരു വിഭാഗം ജനപ്രതിനിധികളെ കോടികൾ നൽകി വിലക്കെടുത്ത് അവിടെ ഭരണം BJP സ്വന്തമാക്കുകയായിരുന്നു എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതല്ലേ? ഇത്തരം കൂറുമാറ്റ രാഷ്ട്രീയം ഈ അട്ടിമറി നീക്കങ്ങളുടെ ഒരു ഭാഗമാണ്. സ്വന്തം MLA-മാരെ റാഞ്ചി കൊണ്ടുപോകാതിരിക്കാൻ റിസോർട്ടുകളിൽ കൊണ്ടുപോയി ഒളിച്ചു താമസിപ്പിക്കേണ്ടി വരുന്ന നാണം കെട്ട അവസ്ഥ ഇതിന്റെ ഉൽപ്പന്നമാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പ്രത്യേക ലക്ഷ്യത്തോടെ അന്വേഷണ പരമ്പരകൾ സൃഷ്ടിച്ച് അട്ടിമറി നടത്തുക എന്നതാണ് മറ്റൊരു രീതി. വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെട്ട് അങ്ങനെ നീങ്ങിയതിൻ്റെ നിരവധി തെളിവുകൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. ഇപ്പൊ ഹരിയാന മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ, അതേപോലെ തന്നെ മുതിർന്ന സീനിയർ കോൺഗ്രസ് നേതാവ് മോത്തിലാൽ വോറ, ഇവര് എന്തിനായിരുന്നു ED-യുടെ അന്വേഷണം നേരിട്ടത്? അത് കോൺഗ്രസ് ആണ് പറയേണ്ടത്. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവ് അനധികൃത മൈനിങ്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചാർത്തി വേട്ടയാടപ്പെട്ടു. എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? ഉത്തർപ്രദേശിൽ സ്വാധീനമുള്ള സമാജ്വാദി പാർട്ടിയെ തലപൊക്കാൻ അനുവദിക്കരുത്. അത്തരമൊരു ലക്ഷ്യമായിരുന്നു അതിന്റെ പിന്നിൽ. ആ പാർട്ടിയുടെ മറ്റൊരു നേതാവ് രാം ഗോപാൽ യാദവിനെതിരായ അന്വേഷണത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ധനകാര്യമന്ത്രി ഒക്കെയായിരുന്ന P. ചിദംബരത്തെ അറസ്റ്റ് ചെയ്തതും ജയിലടച്ചതും അസാധാരണമായ രീതിയിലായിരുന്നില്ലേ? INX മീഡിയ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ കിടന്ന ചിദംബരത്തെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാർ കള്ളപ്പണക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലടച്ചു. ഓർമ്മയില്ലേ? ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം MLA-മാർ കൂറുമാറുന്നത് തടയാൻ അവരെ കർണാടകത്തിലേക്ക് ഒളിച്ചു കടത്തി DK ശിവകുമാറിനെയല്ലേ കോൺഗ്രസ് ഏൽപ്പിച്ചിരുന്നത്? അതിനോടനുബന്ധിച്ച് എത്ര റെയ്ഡുകളാണ് അവിടെ നടന്നത്? ഈ അടുത്ത കാലത്താണ് അഹമ്മദ് പട്ടേൽ അന്തരിച്ചത്. അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മകനെയും മരുമകനെയും വിദേശ പണമിടപാട് സംബന്ധിച്ച കേസിൽ പ്രതി ചേർത്തില്ലേ? സ്റ്റെർലിൻ ബയോടെക് ഇടപാടിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് അഹമ്മദ് പട്ടേലിനെ ചോദ്യം ചെയ്യുന്ന നിലയുണ്ടായത്. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ മകൻ രവീന്ദർ സിംഗിനെ വിദേശ ധന ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ED ചോദ്യം ചെയ്തത്. മധ്യപ്രദേശിൽ മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകനെതിരെയാണ് ED-യുടെയും CBI-യുടെയും നടപടിയുണ്ടായത്. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ സഹോദരനെ ചോദ്യം ചെയ്തു. ഗെഹ്ലോട്ടിന്റെ മകന് പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളിൽ
ആദായ നികുതി വകുപ്പും ഇ ഡിയും റെയ്ഡുകൾ നടത്തി. കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു പ്രമുഖ നേതാവാണ് ഗുലാം നബി ആസാദ്. അദ്ദേഹത്തിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ ഏതൊക്കെ നീക്കങ്ങൾ നടന്നുവെന്ന് കോൺഗ്രസുകാർ ഓർത്തു നോക്കിയിട്ടുണ്ടോ? മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ശരത് പവാറിനെയും മരുമകൻ അജിത് പവാറിനെയും കേന്ദ്ര ഏജൻസികൾ ഉന്നം വെച്ചത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി രാജേന്ദ്രകുമാറിന്റെ വീട് CBI റെയ്ഡ് ചെയ്തത് മറ്റൊരു സംഭവമാണ്. ജമ്മു കാശ്മീർ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായ നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലല്ല അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയെ ED ചോദ്യം ചെയ്തത് എന്ന് കേന്ദ്ര സർക്കാരിന് തന്നെ പറയാൻ കഴിയുമോ? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഓസ്കാർ ഫെർണാണ്ടസ്, പ്രിയങ്ക ഗാന്ധി, ഭർത്താവ് റോബർട്ട് വധേര, ഇങ്ങനെ പോകുന്ന കോൺഗ്രസിന്റെ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിൽ ആരുണ്ട് കേന്ദ്ര ഏജൻസികളുടെ ആഘാതം ഏൽക്കാത്തവരായി? ഇത്തരം കേസുകൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് നാം ഓർക്കണം. തങ്ങൾക്കെതിരായ രാഷ്ട്രീയ സംഭവങ്ങൾ വരുമ്പോഴോ സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കേണ്ട ഘട്ടത്തിലോ ആണ് കേന്ദ്ര ഏജൻസികളെ വൻതോതിൽ ദുരുപയോഗിക്കുന്നത്. ഇത്തരം വഴിവിട്ട നീക്കങ്ങൾ ശക്തിപ്പെടുത്താനല്ലേ കഴിഞ്ഞ ദിവസം ED മേധാവിയുടെ കാലാവധി അസാധാരണമായി നീട്ടിക്കൊടുത്തത് എന്ന സംശയവും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അഴിമതിക്കാർക്കെതിരെയാണ് കേസ് എടുക്കുന്നത് എന്ന് പറയുന്നതിലെ കാപട്യമാണ്. ഏത് അഴിമതിക്കാരും BJPയിലെത്തിയാൽ പിന്നെ കേസ് ഉണ്ടാവില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ YSR കോൺഗ്രസ് നേതാവും ആന്ധ്ര മുഖ്യമന്ത്രിയുമായ ജഗൻമോഹനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. അടുത്തിടെ ജഗൻമോഹൻ BJPയുമായി അടുത്തു. അതോടെ കേസ് മരവിപ്പിച്ചു. തെലുങ്ക് ദേശം പാർട്ടി നേതാവ് YS ചൗധരിക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിനാണ് കേസെടുത്തത്. അദ്ദേഹം BJPയിൽ ചേർന്നപ്പോൾ കേസ് ആവിയായി. മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി നാരായൺ റാണ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായിരുന്നു. 2019 അദ്ദേഹം BJPയിലെത്തി. പിന്നെ കേസിനെ കുറിച്ചൊരു വിവരവുമില്ല. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മുകുൾ റോയ് BJPയിലെത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരായ എല്ലാ കേസുകളും മരവിപ്പിച്ചു. മുൻ ആസാം മന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മയ്ക്കെതിരായ കേസുകൾ അദ്ദേഹം BJPയിലെത്തിയപ്പോൾ ഇല്ലാതായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പിന്നീട് ധനമന്ത്രിയുമാക്കി. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ മേയാൻ കേന്ദ്ര ഏജൻസികൾക്ക് സ്വാഭാവികമായും കഴിയില്ല. അത് ഈ നാടിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ ഭരണം നടത്തുന്നത് അഴിമതിരഹിതമായും കാര്യക്ഷമതയോടെയും സുതാര്യമായുമാണ്. നേരിയ വീഴ്ച പോലും അതത് ഘട്ടത്തിൽ കണ്ടെത്തി പരിഹരിക്കാനുള്ള സംവിധാനമാണ്
ഇവിടെയുള്ളത്. അത് കേരളത്തിൻ്റെ സവിശേഷത തന്നെയാണ്. അത് തകർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത്. അതിനെയാണ് വഞ്ചനാപരമായി കോൺഗ്രസും UDF-ഉം പിന്തുണക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നയപരിപാടികളുടെ പരിശോധന നടത്തി എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള യജ്ഞത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ഓഡിറ്റും CNAG-യുടെ ഓഡിറ്റും കൃത്യമായി നടക്കുന്ന ഫയലുകൾ മൊത്തമായി തങ്ങൾ കൂടി പരിശോധിച്ച് എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത്തരമൊരു രീതി അന്വേഷണം എന്ന പ്രക്രിയയുടെ പ്രാഥമിക പാഠം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിൻ്റെ അനുഭവം ഈ അന്വേഷണ ഏജൻസികൾ അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. ഈ കാര്യം ഗൗരവമായി തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നു. ഇത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഇതെല്ലാം വിശദമാക്കിക്കൊണ്ടുള്ള ഒരു കത്ത് നൽകാനും ആലോചിക്കുന്നുണ്ട്. ഇവിടെ നാം കാണേണ്ടത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് സഹായം നൽകുന്ന ചുമതലയല്ല അന്വേഷണ ഏജൻസികൾക്കുള്ളത്. അന്വേഷണത്തിലിരിക്കുന്ന കാര്യത്തിൻ്റെ വസ്തുത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കലാണ് അവരുടെ ചുമതല. നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് കാണുന്നത് കേന്ദ്ര സർക്കാരും UDF-ഉം ഒരേ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ്. ലൈഫ് അടക്കം 4 മിഷനുകളെ പിരിച്ചുവിടുമെന്ന UDF നേതാവിൻ്റെ പ്രസ്താവന വലിയ പ്രാധാന്യത്തോടെ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ കൂട്ടുകെട്ടിൻ്റെ ഉൽപ്പന്നമാണത്. ലൈഫ് 2.5 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്കാണ് വീട് നൽകിയിട്ടുള്ളത്. ഇനിയും ബാക്കിയുള്ള വീട് നൽകാനുള്ള പദ്ധതികളാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അർഹതാ പട്ടികയിൽ ഇല്ലാത്തവരെ പരിശോധിച്ച് ലഭിച്ച അപേക്ഷകൾ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കേണ്ടതായിട്ടുമുണ്ട്. ഇവരെയെല്ലാം തെരുവാധാരമാക്കാനാണ് UDF വോട്ട് തേടുന്നത് എന്നാണ് പറയുന്നത്. വിചിത്രമായ ഒരു പ്രസ്താവനയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങൾ, നമ്മുടെ കേരളത്തിലെ ആശുപത്രികൾ, ഇതിനെയൊക്കെ തകർക്കാനാണോ കേരളത്തിലെ ജനങ്ങൾ UDF-ന് വോട്ട് ചെയ്യേണ്ടത്? മിഷനുകളെ കുറിച്ച് പറയുമ്പോൾ ആർദ്രവും സമ്പൂർണ്ണ സാക്ഷരതാ മിഷനും എല്ലാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും എല്ലാം ഇതിൻ്റെ ഭാഗമാണല്ലോ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമാണ് സ്കൂളുകൾ അഭിവൃദ്ധിപ്പെട്ടത്. ആർദ്രം മിഷന്റെ ഭാഗമായാണ് നമ്മുടെ സംസ്ഥാനത്തെ ആശുപത്രികളിൽ വലിയ മാറ്റം വന്നത്. അതെല്ലാം ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ അതിനെ കേരളത്തിലെ ജനങ്ങൾ അനുകൂലിക്കുമെന്നാണോ ഇവർ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ പുഴകള്, ജലാശയങ്ങള്, തോടുകള്, കുളങ്ങള്, കിണറുകള്, ഇതെല്ലാം വീണ്ടും പഴയ അവസ്ഥയിലേക്കാക്കണം. പലയിടങ്ങളിലും മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിനെല്ലാം പുനർജീവിപ്പിക്കുകയാണ് ചെയ്തത് നമ്മൾ.
അതിനാണോ, പഴയ അവസ്ഥയിലേക്ക് മാറ്റുന്നതിനാണോ UDFനെ ജനങ്ങൾ പിന്താങ്ങേണ്ടത്? ഇവിടെ നാം കാണേണ്ടത് രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് സമനിലയും നഷ്ടപ്പെട്ടാൽ എന്താണോ ഉണ്ടാവുക, ആ പ്രത്യേക അവസ്ഥയാണ് UDFന് ഇന്ന് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ക്രിയാത്മകമായി ഒന്നും പറയാനോ ചെയ്യാനോ ഇല്ലാത്ത മുന്നണിയാണത്. നശീകരണത്തിൻ്റെ രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 5 CPIM പ്രവർത്തകരെ കൊല ചെയ്തത് കോൺഗ്രസും BJPയുമാണ്. ആ നശീകരണ കൂട്ടുകെട്ടിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസഹിഷ്ണുതയാണ് മിഷനുകൾ പിരിച്ചുവിടുമെന്നെല്ലാം പറഞ്ഞ് അവർ പ്രകടിപ്പിക്കുന്നത്. ജനക്ഷേമകരമായ വികസന പരിപ്രേക്ഷ്യം ജനാധിപത്യ വികേന്ദ്രീകരണത്തിലൂടെ വിജയകരമായി തുറന്നും നടപ്പാക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമ്മതിദായകരുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നത്. തെളിവും അടിസ്ഥാനവുമില്ലാത്ത വിവാദങ്ങളുടെ കരുനിഴൽ വീഴ്ത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കുപ്രചരണങ്ങൾക്കും കൃത്യമായ മറുപടി ജനങ്ങളും വോട്ടർമാരും നൽകണമെന്നുമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയുമാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എന്ത് പറയാനാണ്? അത് തന്നെ ജ്യോതിഷം വെച്ച് നോക്കണം. ആരാണ് ഈ ജ്യോതിഷി എന്ന് ഒരു ജ്യോതിഷം വെച്ച് നോക്കേണ്ടതായിട്ട് വരും. ഞാൻ എന്താണ് അതിനെപ്പറ്റി പറയും? അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത്. വായിക്ക് തോന്നിയതെല്ലാം കോതക്ക് പാട്ട് എന്ന് പറഞ്ഞൊരു മട്ടിലായി കാര്യങ്ങൾ പോവുകയാണ്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ പറ്റി അദ്ദേഹം ഓർക്കണ്ടേ? അദ്ദേഹം പറയുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്ന് നാട്ടുകാരൊക്കെ ധരിക്കുന്നുണ്ടല്ലോ. പക്ഷെ ആ നാട്ടുകാര് ഇദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് പറയാൻ ചിന്തിക്കുന്നിടത്തേക്ക് എത്തിക്കാൻ പാടുണ്ടോ? അദ്ദേഹത്തോടുള്ള സ്നേഹം വെച്ചുകൊണ്ട് പറയാണ് ഞാൻ, ഈ കുറച്ച് ഗൗരവത്തോടെ കാര്യങ്ങൾ കാണുന്നതും പ്രതികരിക്കുന്നതും നല്ലതായിരിക്കും. മന്ത്രിമാരുടെ പേരുണ്ട്, ഭരണഘടന ഉന്നതന്റെ പേരുണ്ട് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഇവർ രണ്ടുപേരെ ഒഴിവാക്കി അതെ, എല്ലാ ആളുകളുടെ മനസ്സിൽ പല ഉദ്ദേശം ഉണ്ടാവുമല്ലോ. അത് വെച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്. ലോകത്തെ അനുഭവവും നമ്മുടെ രാജ്യത്തിന്റെ അനുഭവവും കേരളത്തിന്റെ അനുഭവവും ഒക്കെ ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു. എങ്ങനെയാണ് സാമ്രാജ്യത്വ ഏജൻസികൾ ഇത്തരം കാര്യങ്ങളെ കണ്ടിരുന്നത്. അവരുടെ ഒരു പ്രിയപ്പെട്ട ശിഷ്യരായിട്ടാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ നോക്കുന്നത്. ഈ മാപ്പ് സാക്ഷി പ്രയോഗം തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? അതിനു മുമ്പിലുണ്ടാവും, എന്നാലും എൻ്റെ ശ്രദ്ധയിലുള്ളൊരു കാലം ഞാൻ പറയാം. അത് 1857 ശിപായി കലാപത്തിന്റെ ഭാഗമായിട്ടാണ്. ആ ശിപായി കലാപത്തിൽ ഡൽഹി കീഴടക്കിയ നമ്മുടെ ഇന്ത്യൻ സൈനികര് ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷായെ ചെങ്കോട്ടയിൽ ചക്രവർത്തിയായി അവരോധിച്ചു.
പിന്നീട് കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ബ്രിട്ടീഷ് പട്ടാളം ചെയ്തത് 82 വയസ്സുകാരനായ ബഹദൂർ ഷായെ പ്രധാന പ്രതിയാക്കി നിയമ നടപടികൾ ആരംഭിച്ചു. ഷായുടെ 2 കുട്ടികളെയും ഒരു ചെറുമകനെയും ബ്രിട്ടീഷ് ഓഫീസർ മേജർ വില്യം ഹഡ്സന്റെ ഉത്തരവ് പ്രകാരം വെടിവെച്ചു കൊന്നു. 4 കുറ്റങ്ങളാണ് ബഹദൂർ ഷാക്കെതിരെ ചുമത്തിയത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ പട്ടാളക്കാരെ കലാപത്തിന് പ്രേരിപ്പിച്ചു. സമൂഹത്തിലെ വിവിധ വിഭാഗക്കാരെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തു. മൂന്നാമത്തത്, ഹിന്ദുസ്ഥാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണെന്ന് സങ്കല്പിച്ചു. അന്ന് കണ്ടൊരു കുറ്റാണിത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കണ്ട കുറ്റം. 4, ക്രിസ്ത്യൻ മതവിശ്വാസികളെ കൊല ചെയ്യുന്നതിന് കാരണക്കാരനാവുകയും സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ ഡൽഹി ചെങ്കോട്ടയിലാണ് വിചാരണ നടന്നത്. 41 ദിവസം നീണ്ടു നിന്നു. അതിലെ വിവിധ വാദപ്രതിവാദങ്ങൾ നടന്നു. 19 തവണയോ മറ്റോ. 21 സാക്ഷികളെ വിസ്തരിച്ചു. പേർഷ്യൻ, ഉറുദു ഭാഷകളിലുള്ള 100-ലധികം രേഖകൾ പരിശോധിച്ചു. യഥാർത്ഥത്തില് ആ സൈനികരുടെ കലാപത്തിന്റെ നേതൃനിരയിൽ ഈ വൃദ്ധനായ ബഹദൂർ ഷാ ഉണ്ടായിരുന്നില്ല എന്നതൊരു പച്ച പരമാർത്ഥമാണ്. പക്ഷെ എന്തു ചെയ്തു ബ്രിട്ടീഷ് സാമ്രാജ്യത്വം? ഈ ഷായുടെ പ്രധാനമന്ത്രിയും വിശ്വസ്തനുമായിരുന്ന ഹക്കിം ഹസാനുള്ള ഖാൻ അദ്ദേഹത്തെ ബ്രിട്ടീഷ് അധികാരികൾ മാപ്പ് സാക്ഷിയാക്കി പ്രഖ്യാപിച്ചു. ബഹദൂർ ഷാക്കെതിരെ സാക്ഷി പറയിപ്പിച്ചു അദ്ദേഹത്തെ കൊണ്ട്. അങ്ങനെയാണ് കുറ്റക്കാരനാണെന്ന് വിധിച്ച് 1858 ഒക്ടോബർ മാസത്തിൽ റങ്കൂണിലേക്ക്, ഇപ്പോഴത്തെ മ്യാൻമാർ, നാട് കടത്തി. ഞാനിത് പറഞ്ഞത് അന്ന് തൊട്ട് തുടങ്ങി ഈ മാപ്പ് സാക്ഷിയാക്കൽ. അതൊരു പ്രത്യേക ബിരുദാണ്. ഇവിടെ പലതരത്തിലുള്ള കേസുകളും നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഏജൻസികൾ കെട്ടിച്ചമച്ച കേസുകൾ പലതും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരുപാട് കള്ളക്കേസുകൾ നേരിട്ട അനുഭവമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽക്കേ ഉണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായി ഞങ്ങളങ്ങ് തകർന്നു പോവുകയല്ല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചില പൂതി മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ ആ പൂതി മനസ്സിൽ തന്നെ ഉണ്ടാകുന്നതാണ് നല്ലത്. അതൊന്നും വെച്ച് ഞങ്ങളെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കാമെന്നോ ഞങ്ങളെ അങ്ങ് കൊച്ചാക്കി കളയാമെന്നോ ധരിക്കേണ്ടതില്ല. അതാണ് അത്തരം പൂതി കൊണ്ട് നടക്കുന്നവരോട് പറയാനുള്ളത്. എല്ലാരും കൂടി പറഞ്ഞാൽ ശരിയാവില്ല. ആരെങ്കിലും ഒരാൾ പറയുന്നതല്ല. ഒരാൾ പേര് പറഞ്ഞ് പറയുന്നതാണ് കൂടുതൽ സഹായകരം. എന്നാ മറ്റുള്ളവര് ശബ്ദിക്കാതിരിക്കും. ഓ, അത് ഞാൻ നേരത്തെ ഇല്ലല്ലോ ഈ പ്രചരണത്തിൽ എങ്ങനെയാണ്? പ്രചരണം എന്നത് അവരുദ്ദേശിക്കുന്നത് വലിയ തോതിൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ ഇന്നത്തെ ഘട്ടത്തിൽ ഒരു യോഗം നടക്കുമ്പോൾ 100 ആളുകളുള്ള യോഗമാണ് വേണ്ടത്. നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് യോഗമൊക്കെ ആകുമ്പോൾ 100-ലധികമൊക്കെ വന്നാൽ നിങ്ങൾ തന്നെ ആ എണ്ണം കണക്കായിക്കൊണ്ട് അപ്പോൾ പറയും, ഇതാ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗം ഇത്ര ആളുകൾ, ഇത് സാധാരണഗതിയിൽ പറഞ്ഞതിൽ വിപരീതമായി പ്രവർത്തിക്കുകയാണ് എന്നൊക്കെയുള്ള പഴി ഞാനടക്കം കേൾക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം ഓൺലൈനിൽ കാര്യങ്ങൾ അവതരിപ്പിക്കലാണ്. ഒരു 5 6 അല്ല, ഒരു 7 8 പ്രസംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഞാൻ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ജനങ്ങളുടെ അടുത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഞാനങ്ങ് വിട്ടുപോവുകയോ എന്നിൽ നിന്ന് ജനങ്ങൾ അകന്നു പോവുകയോ ചെയ്തിട്ടില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ട് അല്ലാലോ ഇവരിത് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഉദ്ദേശമൊന്നും ഇതിൽ അത്ര കണ്ട് യേശുന്നൊരു കാര്യമല്ല. അതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്ത് പൊതുവിലൊരു പ്രശ്നമാണ്. ജനങ്ങൾ ഏറ്റവും അധികം ചിന്തിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു സംശയവും വേണ്ടതില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വാക്സിൻ എത്ര കണ്ട് ലഭ്യമാകുമെന്നുള്ളത് വേറെ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ നൽകുന്ന വാക്സിനൊക്കെ സൗജന്യമായിട്ടായിരിക്കും. അതിനാരിൽ നിന്നും കാശ് ഈടാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. സൗജന്യമായി തന്നെ വാക്സിൻ വിതരണം ചെയ്യുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുക. ഏത് ഏത് അറിയാതെയോ അവരുടെ സമ്മതമില്ലാതെയോ കേന്ദ്ര ഏജൻസി വൃത്തത്തിൽ രാഷ്ട്രീയമായി നീങ്ങുമെന്ന് പ്രധാനമന്ത്രി എന്നത് ഒരു ഭരണഘടനാ സ്ഥാനമാണ്. ആ ഭരണഘടനാ സ്ഥാനത്തിന് ഇത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങളെയെല്ലാം സംരക്ഷിക്കാനല്ല ബാധ്യത, അത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങളെ നിയന്ത്രിക്കാനുള്ള ബാധ്യതയാണുള്ളത്. കേരളത്തിന്റെ അനുഭവം മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ്. അത് വഴിവിട്ട നീക്കങ്ങൾ ഇവർ നടത്തുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിൽ അർപ്പിതമായ ഉത്തരവാദിത്വം വെച്ചുകൊണ്ട് അദ്ദേഹം ഇടപെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണല്ലോ ഞാൻ പ്രതീക്ഷിക്കേണ്ട കാര്യം. ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് കത്തയക്കാൻ പോകുന്നത്. ഡോക്ടർമാർ തന്നെ ഇവിടെ നിങ്ങൾ ആദ്യം പറഞ്ഞ ഭാഗത്തിന് തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത്. അതായത് നമ്മുടെ നിയമ സംഹിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ രീതി, എത്ര കുറ്റവാളികൾ ഒഴിവായി പോയാലും കുറേ നിരപരാധികളെ ശിക്ഷിക്കണം എന്ന തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. രവീന്ദ്രന്റെ കാര്യം, രവീന്ദ്രന് നേരെ ചില ആക്ഷേപങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയെന്ന് പറയുന്ന ആക്ഷേപങ്ങൾ എങ്ങനെയാണ്? അതാണ് നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത്. ഈ ആക്ഷേപങ്ങൾ ചിലത് കിട്ടിയാൽ ചില ഏജൻസികൾ സ്വാഭാവികമായിട്ടും അത് ചോദ്യം ചെയ്യാൻ തയ്യാറാവും. പണ്ട് ലാവ്ലിൻ കേസ് നടക്കുന്ന ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് ഒരു ഘട്ടത്തിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 1996 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കണ്ണൂരിൽ വന്ന് ഒരാൾ എനിക്ക് 2 കോടി രൂപ തന്നു എന്നൊരാള് പരാതി കൊടുക്കുകയാണ് CBIക്ക്. അപ്പോൾ അതെന്തിനാ തന്നത്? അതൊരാൾ ഏൽപ്പിച്ചതാണ്. ആ ഏൽപ്പിച്ചയാൾക്കറിയാം ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷം ആ മുന്നണി ജയിച്ച് മന്ത്രിയായി വരും, മന്ത്രിയാകുന്നത് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ തന്നെയാവും, എന്നിട്ട് ആ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഈ 2 കോടി കൊടുത്തതെന്നാണ് ഇയാൾ പറഞ്ഞ കഥ. ഒരുപാട് കഥ വേറെയുണ്ട്, എല്ലാ കഥയിലേക്ക് പോകാൻ ഇപ്പം നമുക്ക് നേരമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ആ അന്വേഷണ ഏജൻസിക്ക് എന്നെ വിളിച്ച് ചോദിക്കേണ്ടതുണ്ട് ആ കാര്യം. അല്ല, ഇത് ഞങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് കാര്യം എന്നുള്ളത്, എന്നാലും നിങ്ങളോട് ചോദിക്കണമല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവർ വളരെ മാന്യമായിട്ട് എന്നോട് ചോദിച്ചു കാര്യങ്ങൾ, ഞാനത് പറയുകയും ചെയ്തു. ഇതാണ് അന്വേഷണ രീതി. അന്വേഷണത്തിന്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾ നടക്കും. നമ്മളെ നാട്ടില് ചില പ്രത്യേക മാനസികാവസ്ഥക്കാരുണ്ട്. ആ പ്രത്യേക മാനസികാവസ്ഥ നേരത്തെ തുടങ്ങിയതാണ്, ഇപ്പോഴല്ല. നിങ്ങൾക്കറിയാം ആളുകളെ, നിങ്ങളെ ചില സുഹൃത്തുക്കൾ തന്നെയാണ് 1-2 പേര്. അവർക്ക് പ്രധാന ജോലി ഈ പരാതികൾ അയക്കലാണ്. നല്ലതുപോലെ പരാതികൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒഞ്ചിയത്തെ പ്രത്യേകത വെച്ചുകൊണ്ട് ഞങ്ങളിൽ നേരത്തെ തെറ്റിപ്പിരിച്ചൊരു വിഭാഗത്തിന് ഞങ്ങളോട് കാര്യമായ രാഷ്ട്രീയ വിരോധമുണ്ട്. ആ രാഷ്ട്രീയ വിരോധമുള്ളവർ കെട്ടിച്ചമച്ച ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിലൊന്ന് ഈ രവീന്ദ്രനെതിരെയുള്ള ആരോപണങ്ങളാണ്. അതിന്റെ ഭാഗമായി അവിടെ ഇവിടെ കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ ആ കെട്ടിടം രവീന്ദ്രതാണ്, മറ്റേ ഹോട്ടൽ രവീന്ദ്രതാണ്, മറ്റേ സ്ഥാപനം രവിയുടേതാണ്, ഇങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇവരിപ്പോ പോയി അന്വേഷിച്ചില്ലേ? അതെന്ത് തെളിവ് കിട്ടിയെന്ന് അവർ പറയട്ടെ. അപ്പൊ രവീന്ദ്രൻ ആ കാര്യത്തിലൊന്നും ഭയപ്പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിർഭാഗ്യവശാൽ കോവിഡ് വന്നാൽ അതിനാവശ്യമായ കരുതലെടുക്കണ്ടേ? ആ കോവിഡിന്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നു, അത് ചികിത്സിക്കണ്ടെന്നാണോ പറയുന്നത്? അത് ന്യായമായി നടക്കേണ്ട കാര്യമല്ലേ?
അതിൽ വേറെ ശങ്കിക്കേണ്ട കാര്യമില്ല. ഈ ഇതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് പോകാൻ കഴിയാതിരുന്നത്. അദ്ദേഹം പോകും, തെളിവ് കൊടുക്കും. ആ അന്വേഷണ ഏജൻസിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രവീന്ദ്രനെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്ന പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട്. അത് തന്നെയാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. നമ്മളെ സമയമായതുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.